പ്രകാശിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ സ്വഭാവത്തില് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതിനെ ഉരിഞ്ഞു കളയുവാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് ഒരിക്കലും അതിനെ ഉരിഞ്ഞു കളയാൻ സാധ്യമല്ല ദൈവമക്കളെ. എന്നാൽ നമ്മുടെ അപ്പന്റെ മാറോടൊന്ന് ചേർന്നിരുന്നാൽ, അപ്പനോടൊന്ന് ചേർന്ന് നടന്നാൽ നിശ്ചയമായും അപ്പൻ നമ്മളിൽ നിന്ന് അതൊക്കെ ഉരിഞ്ഞു കളയുന്നതിന് ഇടയാക്കി തീർക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന നമ്മൾ ആ ക്വാളിറ്റി തന്നെ, നമ്മുടെ അപ്പൻ്റെതായ ക്വാളിറ്റി തന്നെ, അതായത് പരിജ്ഞാനത്തിനായി തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതുപോലെ നമ്മളെ സൃഷ്ടിച്ചവനെ അവനെ പോലെ. അവിടെ നമുക്ക് വേറൊരു വ്യത്യാസമില്ല, മറ്റൊരു എക്സ്ക്യൂസും നമുക്ക് അവിടെ ഇല്ല, മറ്റൊന്നും നമുക്കവിടെ പറയുവാനില്ല. നമ്മളെ സൃഷ്ടിച്ചവനെ പോലെ തന്നെ ആയിരിക്കാൻ നമ്മൾ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മനുഷ്യന് അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഹല്ലേലൂയ. അതിൽ നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചു വന്നോ, എപ്രകാരം ജനിച്ചു വന്നോ, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം എന്തെന്നോ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഒന്നും അതിലില്ല. ഹല്ലേലൂയ. അവിടെ ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തു എല്ലാവരിലും എല്ലാം ആകുന്ന നിലവാരത്തില് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ജീവിത സാഹചര്യം ഏതുമാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് പത്രോസിന്റെ യോഹന്നാനെയും പോലെയുള്ള വെളിപ്പാടുകൾ ഇല്ലെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ സ്തെഫാനോസിനെ പോലെ ഒത്തിരി പ്രസംഗിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആ ദൈവഭക്തൻ ഒത്തിരി സുവിശേഷം ചെയ്തിട്ടില്ല. എന്നാൽ തന്റെ ജീവിതത്തിൽ നിന്ദിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, കല്ലെറിയപ്പെടുന്ന അനുഭവങ്ങൾ, കള്ളം കേൾക്കുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും സ്വർഗം തുറന്നിരിക്കുന്നതായ ദർശനം കണ്ട ഒരു ഭക്തനാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നതും കണ്ടതുപോലെയുള്ള സ്വർഗീയ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദനിക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകാം, ഒത്തിരി ഉപദ്രവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. എന്നാൽ സ്വർഗം തുറന്നിരിക്കുന്നതായ സ്തോത്രം ദർശനങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന പ്രതികൂലങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത്, പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അല്ല നമ്മൾ നോക്കേണ്ടത്. അതിനൊക്കെ ഒരു വശത്തേക്ക് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വെളിപ്പാടുകളെ പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ശ്രേഷ്ഠ ജനമേ, നിങ്ങളോട്